وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇത്തിഹാഫുൽ കിറാം എന്ന് പറയുന്ന ഹദീസിൻ്റെ ആ ക്രോഡീകരണം മുസ്ലിമീങ്ങൾ അവരുടെ പാലിക്കേണ്ടുന്ന ആദാബുകൾ മര്യാദകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകളിൽ ബാബു മാ ജാഅ ഫീ തഫ്സീരി അൽ ബിർരി വൽ ഇസ്ം, നന്മയും തിന്മയും, നന്മ ഇന്നതാണ് തിന്മ ഇന്നതാണ്, എന്താണ് നന്മ എന്താണ് തിന്മ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയോട് അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വന്ന സമയത്ത് അവിടുന്ന് അതിന് കൊടുത്ത മറുപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീത്ത്. അതിൽ ഷെയ്ഖ് ഹഫിളഹുല്ല ഇതിൽ പറയുന്ന ഹദീത്ത് അനിൻ നവാസ് ഇബ്നു സിംആൻ സംആൻ, രണ്ട് നിലക്കും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഹദീസിൻ്റെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയലുണ്ട്, സിംആൻ എന്നും സംആൻ എന്നും. റളിയല്ലാഹു അൻഹു ഖാല സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, അനിൽ ബിർരി വൽ ഇസ്ം, ബിർറ് എന്ന് പറഞ്ഞാൽ നന്മ എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ നേരെ വിപരീതമായ തിന്മ എന്താണ്, എന്താണ് നന്മ എന്താണ് തിന്മ. അപ്പോൾ ഫഖാല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, നന്മ എന്ന് പറയുന്നത് നല്ല സ്വഭാവമാകുന്നു, സൽ സ്വഭാവമാണ് ബിർറ് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി, അവിടുന്ന് ആളുകൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആ വ്യക്തികളുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി പരിഗണിച്ചുകൊണ്ട് പലപ്പോഴും മറുപടികൾ കൊടുക്കലുണ്ടായിരുന്നു. ഇവിടെ ഈ സഹാബി നന്മയെക്കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി എന്ന്, നന്മ സൽ സ്വഭാവമാണ്. ഇത് മറ്റ് ചില ഹദീസിൻ്റെ വചനങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലത്തെ ഒരു പ്രയോഗമാണ്. അൽ ഹജ്ജു അറഫ എന്ന് പറഞ്ഞൊരിക്കൽ പ്രവാചകൻ, അൽ ഹജ്ജു അറഫ, അതിൻ്റെ അർത്ഥം ഹജ്ജ് അതാണ്, അറഫയിൽ നിൽക്കലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറഫയിൽ നിൽക്കൽ മാത്രമാണ് ഹജ്ജ് എന്നുണ്ടോ? ഇല്ല. ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്കനാണ്, അമലാണ് അറഫയിൽ നിൽക്കൽ. അതൊരാൾക്ക് നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഹജ്ജ് ശരിയാവുകയില്ല. അതിപ്രധാനമായ ഒരു റുക്കന്, ഒരു അമലാണ് അറഫയിൽ നിൽക്കൽ, അതാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ഇബാദത്ത്. പ്രാർത്ഥന മാത്രമേ ഇബാദത്തുള്ളൂ? അല്ല, മറ്റുള്ള നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇബാദത്തിൻ്റെ വിഭിന്നമായ ഇനങ്ങളുണ്ട്. പക്ഷെ ഏതൊരു ഇബാദത്താണെങ്കിലും അതിലൊരു പ്രാർത്ഥന ഉണ്ട്, അതിലൊരു തേട്ടമുണ്ട്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലത്തെ തേടുന്ന, അള്ളാഹു എന്നെ സ്വീകരിക്കണമെന്ന, അവൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടണമെന്ന്, അപ്പം അതിന് അതിപ്രധാനമായൊരു സ്ഥാനമുണ്ട് എന്നതുപോലത്തെ ഒരു പ്രയോഗമാണ്. ഒരു മനുഷ്യൻ്റെ നന്മ ഉള്ളൊരു വ്യക്തി അവനാകുക, അവൻ നന്മ ചെയ്യുന്ന ആളാകുക എന്ന് പറയാം. അവൻ്റെ സൽ സ്വഭാവത്തിന് അതിപ്രാധാന്യമുണ്ട്. നന്മകൾ ധാരാളം ഒരാൾ ചെയ്യുന്നു, പക്ഷെ സ്വഭാവം 10 പൈസക്ക് കൊള്ളൂല എന്നുണ്ടെങ്കിൽ അവൻ്റെ നന്മയെ അത് ബാധിക്കും, ആ വ്യക്തിയുടെ നന്മയെ അത് ബാധിക്കും. ആ നിലക്കുള്ള പ്രയോഗമാണ് അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, നന്മയുടെ കൂട്ടത്തിൽപ്പെട്ട അതിമഹത്തായ സ്ഥാനമുള്ള ഒരു സ്വഭാവമാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത്. വൽ ഇസ്, അതിൻ്റെ നന്മയുടെ നേരെ എതിരായ തിന്മയാണെങ്കിൽ, പാപം, തിന്മ, മഅസിയത്ത്, അതൊക്കെ മാ ഹാക ഫീ സദ്രിക്, നിന്റെ മനസ്സിൽ ഒരു സംശയവും ഒരു ചൊറിച്ചിലും നിന്റെ മനസ്സിൽ ഒരു വിമർശനവും അനുഭവപ്പെടുന്ന കാര്യങ്ങൾ, അത് ചെയ്യാൻ പറ്റൂല, അതൊരിക്കലും എന്ന് പറയുന്ന ഒരു തോന്നൽ നിന്റെ മനസ്സിൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹദീസിന്റെ വിശദീകരണം ശേഷം വരുന്നുണ്ട്. നിന്റെ എന്ന് പറയുന്നത് നവാസ് ഇബ്നു സിംആൻ എന്ന് പറയുന്ന സഹാബിയോടാണ്. ആ സഹാബിയുടെ തർജ്ജമ നമ്മൾ കേട്ടു നോക്കുമ്പോൾ ഇതേ അർത്ഥത്തിലുള്ള മറ്റൊരു ഹദീസ് കൂടി ഉണ്ട് ഈ വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സഹാബിയോട് പറഞ്ഞതാണ്. ഇവരൊക്കെ തർജ്ജമകളും സ്വഭാവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ പരിശുദ്ധമായ ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമകളായിരുന്നു ഇവർ. വക്രതയില്ലാത്ത,
ശുദ്ധമായ പ്രകൃതിയിലുള്ള ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. അദ്ദേഹത്തോടാണ് പറയുന്നത്, നിന്റെ മനസ്സിൽ ഒരു വിമർശനം, ഒരു എതിർപ്പ്, ഒരു വെറുപ്പ് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് തെറ്റാണ്, അത് ഒഴിവാക്കണം. ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിനൊരു കുത്തും ഉണ്ടാവില്ല, ഒരു വിമർശനം, ഒരു എതിർപ്പും ഉണ്ടാവില്ല. അങ്ങനത്തെ ആളുകളുണ്ടാവും. അപ്പോൾ അവരോട് പറയും, എൻ്റെ മനസ്സിന് വെറുപ്പുള്ള കാര്യമാണ് തെറ്റ്, പാപം എന്ന് പറഞ്ഞ പോലെ മനസ്സിന് വെറുപ്പില്ല എന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് എന്നതിനർത്ഥമല്ല. ശരിയായ അൽ അഖ്ലു സലീം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. വൽ ഫിത്രത്തു സലീമ, കുറ്റമറ്റതായ പാപമുക്തമായ പവിത്രമായ മനസ്സിൻ്റെ ഉടമ, ശുദ്ധ പ്രകൃതിയുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റൂല, അതൊരു നല്ല കാര്യമല്ല എന്ന് തോന്നുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള ഒരു പൊതു അറിവാണ് സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൊടുത്തത്. അതിൻ്റെ പുറമെ വകരിഹത അൻ യത്വലിഅ അലൈഹിന്നാസ്, മറ്റ് ആളുകൾ കാണാൻ നീ വെറുക്കുകയും ചെയ്യുന്നു. ആ പണി ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും കാണുന്നത് എനിക്കിഷ്ടപ്പെടൂല. സൽക്കർമ്മങ്ങളാണ് നല്ലതാണെങ്കിൽ ആളുകൾ കാണുന്നത് ആർക്കും വെറുപ്പുണ്ടാകൂല. നേരെ മറിച്ച് തെറ്റായ പാപകരമായ കാര്യങ്ങൾ അത് വേറുള്ളവർ കാണുന്നത് നീ ഇഷ്ടപ്പെടൂല. മറ്റുള്ളവർ കാണാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അതാണ് ഇസ്മ്, കുറ്റം, പാപം, തെറ്റ്, അതാണ് എന്നാണ് ഈ ഹദീസിൽ കൂടെ പറഞ്ഞത്. ഇതേ ഹദീസിൻ്റെ അർത്ഥത്തിൽ ഉള്ള മറ്റൊരു ഹദീസ് കൂടി വാബിസത്ത് ബിനു മഅബദ് റളിയല്ലാഹു അൻഹു, വാബിസത്ത് ബിനു മഅബദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസുണ്ട്. അദ്ദേഹം പറയാണ്, അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ പ്രവാചകന്റെ അടുത്ത് ചെന്നു. അങ്ങനെ ചെന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടുന്ന് പറഞ്ഞു, ജിഅത തസ്അലു അനിൽ ബിർ, നന്മയെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് നീ വന്നിട്ടുള്ളതിലേ എന്നിങ്ങോട്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നഅം, അതെ അള്ളാഹുവിൻ്റെ റസൂലേ, എൻ്റെ സംശയം എന്താണ് ബിർറ്, നന്മ, നല്ല കാര്യം, അത് എന്താണ് എന്നുള്ളതാണ്. അപ്പം ഇന്നത് നല്ലത്, ഇന്നത് നല്ലത്, ഇന്നത് നല്ലത്, ഒരുപാട് കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് ഓരോന്നോരോന്ന് എണ്ണിപ്പറയാന്നുള്ള പ്രായോഗികമല്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക്, നീ നിന്റെ ഹൃദയത്തോട് ഫത്വ ചോദിച്ചോ, നിന്റെ മനസ്സിലോട് ചോദിച്ചോ. അവിടെയും തന്നെ വാബിസ എന്ന് പറയുന്ന ഈ സഹാബിയുടെയും തർജ്ജമ നമ്മൾ കേട്ടു നോക്കിയാൽ ശുദ്ധ മനസ്സിൻ്റെ ഉടമകളായിരുന്നു, ഉത്തമരായ മുഅ്മിനീങ്ങളായിരുന്നു, സത്യാന്വേഷികളായിരുന്നു, പ്രകൃതിപരമായിട്ട് അവരുടെ ശുദ്ധ പ്രകൃതിയിലുള്ള വ്യക്തിത്വങ്ങളുമായിരുന്നു. അദ്ദേഹത്തിനോടാണ് നിന്റെ ഹൃദയത്തിനോട് നീ ഫത്വ ചോദിച്ചോ എന്ന്. ചില ആളുകളുടെ മനസ്സ് ശുദ്ധമല്ല, അശുദ്ധമായതായിരിക്കും. അവരെ മനസ്സ് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ അവരോട് പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും ചെയ്യും. ആ മനസ്സിനോട് ഫത്വ ചോദിച്ചാൽ തെറ്റിലേക്കാണ് ആ മനുഷ്യനെ പ്രേരിപ്പിക്കുക. അപ്പം ഇത് എല്ലാ ആളുകളും ഒരേ നിലക്ക് സ്വീകരിക്കേണ്ടുന്ന ഒരു രീതിയല്ലത്. ശുദ്ധമായ മനസ്സിൻ്റെ ഉടമ, ഏറ്റവും നല്ല വിശ്വാസത്തിൻ്റെ, ആദർശത്തിൻ്റെ പ്രകൃതി, ശുദ്ധ പ്രകൃതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ മനസ്സ് നല്ല കാര്യങ്ങൾ കൊണ്ടേ പ്രേരിപ്പിക്കുകയുള്ളൂ, അതിലേക്കേ അവനെ നയിക്കുകയും അതിലേക്ക് അവന് ഉപദേശം ഫത്വയും നൽകുകയും ചെയ്യുള്ളൂ. അങ്ങനത്തെ ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്, ഇസ്തഫ്തി ഖൽബക് അൽ ബിർറു മത്മഅന്നത് ഇലൈഹി നഫ്സു വത്മഅന്ന ഇലൈഹിൽ ഖൽബ്, നന്മ എന്ന് പറയുന്ന നിന്റെ മനസ്സും ശരീരവും മനസ്സിന് സമാധാനം ലഭിക്കുന്ന ഒരു കാര്യം. ആ കാര്യം ചെയ്യുകയാണെങ്കിൽ മനസ്സിന് സമാധാനം, ഒരു സ്വസ്ഥതയാണ്, മനസ്സിന് അതിൽ സന്തോഷമാണ്. അങ്ങനത്തെ ഒരു കാര്യം അതിനെ കുറിച്ച് നന്മയായിട്ട് എനിക്ക് കണക്ക് കൂട്ടാം. വൽ ഇഫ്, നന്മയുടെ നേരെ വിപരീതമായ തെറ്റ്, പാപം, മാഹാക ഫിൻ നഫ്സ്, നിന്റെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു കുത്ത്, ഒരു വിമർശനം, അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, അതൊരു നല്ല കാര്യമല്ല എന്നൊരു വിമർശനമുണ്ടാകും. വതറദ്ദദ ഫി സ്വദർ, നിന്റെ മനസ്സിൽ കടന്ന് അങ്ങോട്ട് അത് ശരിയാണോ തെറ്റാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്ന നിന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടവും ഉണ്ടാകും. വഇൻ അഫ്താക അന്നാസു വഅഫ്തൗക, മറ്റ് ആളുകൾ നല്ലതാണ് തിന്മയാണ് എന്ന് നിനക്ക് ഫത്വ തന്നു, വീണ്ടും വീണ്ടും ആളുകൾ നിനക്ക് അതിൽ മതവിധി തന്നാലും, കണ്ടോ, ആളുകളൊക്കെ പറഞ്ഞാലും അതിനെ നീ പരിഗണിക്കണ്ട. അപ്പൊ തന്നെ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലായി, മറ്റ് പല ആളുകളുടെയും മനസ്സിൽ നിന്ന് ശുദ്ധമായ, നല്ല ശരിയായ, വക്രതയില്ലാത്ത, പവിത്രമായ, ശുദ്ധ പ്രകൃതിയിൽ അല്ലാത്ത ആളുകൾ തെറ്റായ പല കാര്യങ്ങളും അത് നല്ലതാ അത് തെറ്റാന്ന് ഫത്വ കൊടുത്തുകൊണ്ടിരിക്കും. അത് ആളുകൾ കേൾക്കാനും പരിഗണിക്കാനും പോയിന്നുണ്ടെങ്കിൽ നല്ലത് ചീത്തയായിട്ടും ചീത്ത നല്ലതായിട്ടും അവർ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. നിന്റെ മനസ്സിനോട് ഫത്വ ചോദിച്ചോ. അപ്പം ഈ സഹാബികൾ അങ്ങനത്തെ നല്ല മനസ്സിന്റെ ഉടമകളായിരുന്നു. അതുകൊണ്ടാണ് ഈ നവാസ് ബിൻ സംആൻ എന്ന് പറയുന്ന ആദ്യത്തെ ആ സഹാബി,
അദ്ദേഹം ഷാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ആളാണ്. ഷാമി എന്ന് പറയുന്ന ഇന്നത്തെ ഫലസ്തീന്, സിറിയ പോലത്തെ പ്രദേശത്തിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് സംആൻ പ്രവാചകന്റെ അടുത്തേക്ക് അവിടെ നിന്ന് മുസ്ലിമീങ്ങളുടെ പ്രതിനിധി സംഘത്തിൽ ഒരിക്കൽ വന്നിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം 2 ചെരുപ്പ് സമ്മാനമായിട്ട് ഹദിയയായിട്ട് കൊടുക്കുകയും പ്രവാചകൻ അത് സ്വീകരിക്കുകയും ചെയ്തു. സംആനിൻ്റെ സഹോദരിയെ പ്രവാചകന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിച്ചിട്ട് ആ സ്ത്രീയുടെ മണിയറയിലേക്ക് പ്രവാചകൻ ആദ്യ രാത്രി കടന്നു ചെന്നപ്പോൾ അവൾ പറഞ്ഞു, അഊദു ബില്ലാഹി മിൻക്. ആ പെണ്ണിന് പ്രവാചകന്റെ ബഹുമാനവും ആദരവും മനസ്സിലാകാതെ എന്തോ വിഡിത്തരത്തിൽ അഊദു ബില്ലാഹി മിൻക്, ഞാൻ അള്ളാഹുവിനോട് നിന്നിൽ നിന്ന് കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞു. ആദ്യ രാത്രി റൂമിലേക്ക് കടന്നു ചെന്നു. അപ്പോൾ പ്രവാചകൻ ആ പെണ്ണിൻ്റെ വാക്ക് മോശപ്പെട്ട് ഫതറകഹ, അവൾ ഒഴിവാക്കി, ആ ഭാര്യനെ ആ പെണ്ണിനെ ഒഴിവാക്കി, വേണ്ടാന്ന് വെച്ചു. ഇബ്നു അബ്ദുൽ ബർ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ ഈ തർജമ, ഈ ചരിത്രം അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അനുഭവം, പ്രവാചകനോട് ചോദിക്കാനുണ്ടായ സാഹചര്യം അനുഭവം ശേഷം പറയുന്നു. വാബിസത്ത് ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂഫക്കാരനായിരുന്നു. ഇറാഖിൽ നിന്ന് മദീനയിലേക്ക് ഇൽമ് തേടിക്കൊണ്ട് വന്ന ആളായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്, ഉലമാക്കൾ പറയുന്നത്, വകാന കസീറൽ ബുക്കായി ലാ യംലികു ദംഅതഹു, അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനോടുള്ള ഭയവും താഴ്മയും വിനയും കാരണം ധാരാളം കരയുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് തടുക്കാൻ നിർത്താൻ കഴിയാത്ത, അതിന് മാത്രം കരച്ചിലുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പം ഇവരൊക്കെ വളരെ നല്ല ഉത്തമരായ വ്യക്തിത്വങ്ങളായിരുന്നു, ശുദ്ധ പ്രകൃതിയിലുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവും അസത്യവും അന്വേഷിക്കാൻ അവരിലേക്ക് തന്നെ ഏൽപ്പിച്ചതും അവരുടെ മനസ്സുകളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. ആ ഒരു ലെവലിൽ ഇൽമിയായിട്ടും ഈമാനികമായിട്ടും ഒരാൾ ഉയർന്നൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ മനസ്സ് അവരോട് ഇന്നത് നല്ലതാണ്, ഇന്നത് ചീത്തയാണ് എന്ന് പറയുന്നൊരവസ്ഥ അവർക്ക് ലഭിക്കും. അതിനനുസരിച്ചുള്ള ഇൽമുണ്ടാകും, ഈമാനുണ്ടാകും, സൂക്ഷ്മതയുണ്ടാകും, തഖ്വയുണ്ടാകും. അങ്ങനെയൊക്കെ ഈ ഹദീസ് നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയാനുള്ളൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം അത് പറയാണ് ഒരിക്കൽ, അഖംതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന സനതൻ, ഷാമിൽ നിന്ന് മദീനയിലേക്ക് ഇൽമ് തേടിക്കൊണ്ട് വന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞാൻ 1 വർഷം മദീനയിൽ താമസിച്ചു. 1 വർഷം. അപ്പം പിന്നെ അദ്ദേഹത്തിനോട് ചോദിക്കാണ്, നിങ്ങളിങ്ങനെ വന്ന് താമസിക്കുന്ന ഹിജറയായിട്ട് വന്നോ? അദ്ദേഹം പറയാണ്, ഹിജറൻ്റെ നിയ്യത്തായിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. മാ യംനഉനി മിനൽ ഹിജ്റതി ഇല്ലൽ മസ്അല. എന്നാ എന്തേ പിന്നെ ഹിജറ ചെയ്യാന്നുള്ളത് ഏറ്റവും മഹത്തായ അമലല്ലേ, ഇബാദത്തല്ലേ? ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ സാധാരണ ആളുകൾ ഹിജറയായിട്ടല്ലേ മദീനയിലേക്ക് വരല്, എന്തുകൊണ്ട് നിങ്ങൾ ഹിജറ എന്നുള്ള നിയ്യത്തോടുകൂടെ മദീനയിലും താമസിച്ചില്ല? അദ്ദേഹം പറയാണ്, പ്രവാചകനോട് ധാരാളം ഇൽമിന്റെ മസ്അലകൾ ചോദിക്കണം എന്നുള്ളൊരാഗ്രഹം, ഉദ്ദേശം എനിക്കുണ്ടായത് കൊണ്ടാണ് ഞാൻ ഹിജറന്റെ നിയ്യത്ത് വെക്കാഞ്ഞത്. അതെങ്ങനെ? അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഹിജറ വന്നപ്പോൾ ആളുകൾ പല വിഷയങ്ങളും റസൂലിനോട് ചോദിക്കുമായിരുന്നു. ചില ആളുകൾ നിലവിൽ ഇല്ലാത്ത, സംഭവിക്കാൻ സാധ്യതയുള്ള സാങ്കല്പികമായ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ഇന്ന് ചില ആളുകളുണ്ടങ്ങനെ, നമുക്ക് ആവശ്യമുള്ളതാകൂല, നമ്മുടെ അനുഭവത്തിലുള്ളതും ആകൂല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. ഇൽമ് തേടൽ അതൊരു പ്രശംസിക്കപ്പെട്ട രീതിയല്ല. അന്നും ഇന്നും നമുക്ക് അഭിമുഖീകരിക്കുന്ന, നമ്മുടെ മനസ്സിലുള്ള, നമുക്ക് മുന്നിൽ വന്ന വിഷയത്തിനെ കുറിച്ച് കൃത്യമായി ചോദിക്കാതെ ചില ആളുകൾ ചോദിക്കണം, അറിവുള്ള ആളുകളോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും. കുട്ടികൾ എത്തരുന്നുണ്ട്, ഭാര്യ എത്തരുന്നുണ്ട്, ഏത് വണ്ടിയിലാണ് വന്നത്, ഏത് വണ്ടിയിലാണ് പോയത്, ദുന്യവിയായ ഭൗതികമായ കാര്യങ്ങൾ, ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാം. അതും ഒരു നല്ല ചോദ്യങ്ങളിൽ പെട്ടതല്ല. നമ്മളെ ബാധിക്കുന്ന, നമുക്ക് അത്യാവശ്യമുള്ള ഇൽമിൻ്റെ, ദീനിൻ്റെ കാര്യങ്ങൾ, അതിനർഹതപ്പെട്ട വിശ്വസ്തരും സമർത്ഥരുമായ കഴിവുള്ള ആളുകളെ കാണുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഹിജറ വന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കലുണ്ടായിരുന്നു. പല കാര്യങ്ങളും, ചിലപ്പോൾ നിലവിലില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചും ചോദിക്കുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ഫറള അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജൂ എന്നാണ്. ജനങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളത് കൊണ്ട് ഹജ്ജ് ചെയ്യും. അപ്പോൾ ആ സദസ്സിൽ വെച്ച് ഒരാൾ എന്ത് ചോദിച്ചു?
അഫീ കുല്ലി ആമിൻ യാ റസൂലല്ലാ, എല്ലാ വർഷത്തിലും ഹജ്ജ് ചെയ്യണോന്ന്. പ്രവാചകൻ അദ്ദേഹത്തിന്റെ ചോദ്യം കേൾക്കാത്ത ഭാവത്തിൽ മറുപടി കൊടുക്കാതെ നിന്നു. രണ്ടാമതും അദ്ദേഹം ആ ചോദ്യം ആവർത്തിച്ചു. സമയത്ത് വീണ്ടും പ്രവാചകൻ മറുപടി കൊടുത്തില്ല. മൂന്നാമതും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാനെങ്ങാനും നഅം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മനുഷ്യന് വർഷം ഹജ്ജ് നിർബന്ധമാകുമായിരുന്നു. അതെങ്ങാനും നിർബന്ധമായാൽ എന്തായിരിക്കും അവസ്ഥ? ജീവിതത്തിൽ ഒരിക്കലേ ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമുള്ളൂ, ജീവിതത്തിൽ ഒരിക്കൽ. പിന്നെ ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സുന്നത്തായിട്ട് പ്രതിഫലം അതിന് ലഭിക്കും, പക്ഷെ നിർബന്ധമല്ല. അപ്പം ആ വ്യക്തി അത് ചോദിച്ച സമയത്ത് എല്ലാ വർഷത്തിലും ഹജ്ജ് നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയാസമാകുമായിരുന്നു, നിങ്ങൾ കൊണ്ട് നിർവഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതേപോലെ നമുക്കറിയാം, റമദാനിലുള്ള ഖിയാമുൽ ലൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ രാത്രി അത് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ ആളുകൾ കൂടാൻ തുടങ്ങി. പ്രവാചകന്റെ കൂടെ തുടർന്ന് നിസ്കരിക്കാൻ തുടങ്ങി. ഒന്നാമത്തെ രാത്രിയിലെ രണ്ടാമത്തെ രാത്രിയിൽ മൂന്നാമത്തെ ആളുകൾ കൂടിയപ്പോൾ ഇത് അള്ളാഹു ഇവരുടെ ഉത്സാഹവും ഇതിനോടുള്ള താല്പര്യവും കാരണം അള്ളാഹു ഇത് നിർബന്ധമാക്കുമോ എന്ന് ഭയപ്പെട്ട് പ്രവാചകൻ പിന്നത്തെ രാത്രി വരാതെ നിന്നു. അപ്പോ ഇന്നതുപോലെ ആളുകൾ ഇങ്ങനെ ആവേശത്തിൽ ചോദിച്ചിട്ട് കഴിഞ്ഞു പോയ സമുദായങ്ങൾക്കൊക്കെ ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ, പ്രവാചകന്മാരുടെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പല പരീക്ഷണങ്ങളായിട്ട് ചില കാര്യങ്ങൾ അള്ളാഹു അവർക്ക് പരീക്ഷണം എന്നോണം നൽകിയ സംഭവങ്ങളുണ്ട്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ അവരിൽപ്പെട്ട ഒരാളെ കൊല്ലപ്പെട്ടു. ആരെ കൊന്നു എന്നറിയൂല. അദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നിങ്ങൾ ഒരു പശുക്കുട്ടിനെ അറുത്തോളീന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് പോയിട്ട് അതിനെ അറുത്താൽ മതിയായിരുന്നു പ്രവാചകൻ പറഞ്ഞതുപോലെ. ജൂതന്മാർ അവർക്ക് ബനൂ ഇസ്രായേലിന് അവർക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടായിരുന്നു. വിമർശനത്തിന്റെ ചോദ്യങ്ങളും ഈ പറയുന്ന ചോദിക്കപ്പെടുന്ന വ്യക്തിയെ ഉത്തരം മുട്ടിപ്പിക്കാനുള്ള ഉദ്ദേശങ്ങളും അയാൾക്ക് അറിയോ കാര്യങ്ങളൊക്കെ എന്നറിയാനും അവിടെ പോയിട്ട് അവിടെ നിന്നൊരു ചോദിക്കും, പിന്നെ മറ്റേ ഷെയ്ഖിൻ്റെ അടുത്ത് വന്ന് ഇവിടെ നിന്ന് ചോദിക്കും, എന്നിട്ട് രണ്ടാളും പറഞ്ഞത് വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിലൊരു കൺഫ്യൂഷനുകൾ ഉണ്ടാക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും പല ആളുകളിൽ നടക്കുന്നത് കാണും. അങ്ങനെ പശുക്കുട്ടിൻ്റെ നിറം ഏതാണ്, അതിൻ്റെ രൂപം ഏതാണ്, അതിൻ്റെ രീതി ഏതാണ്, ഇങ്ങനത്തെ പലജാതി ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം അവരെ പ്രയാസത്തിലേക്ക് എത്തുന്ന അനുഭവങ്ങൾ സൂറത്തുൽ ബഖറയിൽ അത് പറയുന്നുണ്ട്. അപ്പം എന്നതുപോലെ ഈ നിലക്കായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളായ ആളുകളോട് അവരുടെ ഇൽമിൻ്റെ ഹിർസും താല്പര്യമാണെങ്കിൽ പോലും അവരോട് ഇങ്ങനെ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കരുതേ എന്ന് പറഞ്ഞിരുന്നു. കൂടുതൽ ചോദിക്കരുതേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കൂടെയും ആ ഒരു അദബ് അവർക്ക് നൽകിയിരുന്നു. ലാ തസ്അലു അൻ അഷിയാ ഇൻ തുബ്ദ ലക്കും തസുഉക്കും. പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളിങ്ങനെ ചോദിക്കരുതേ. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള വിഷയങ്ങൾ, ദീൻ്റെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന, നിങ്ങളെ ബാധിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാവൂ. പല കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ച് ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അത് വിവരിക്കാനും അത് വിശദീകരിക്കാനും നിന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കത് പ്രയാസമായി മാറും എന്ന് പറഞ്ഞ അദബ് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പം നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ മദീനയിൽ മുഹാജിറായിട്ട് ചെന്ന് നിന്നു എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ കൽപ്പന ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനായിരുന്നു. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, കൽപ്പിച്ചു, അത് കൃത്യമായി പാലിക്കും. അവർക്ക് ആവശ്യങ്ങളും അവർക്ക് അത്യാവശ്യങ്ങൾ തോന്നിയാൽ പോലും പ്രവാചകൻ ചോദിക്കരുതേ എന്ന് പറഞ്ഞ മൗനമായിട്ട് പറയുന്നത് കേൾക്കും. പ്രവാചകന്റെ കൂടെ നിസ്കാരത്തിലും മറ്റുള്ള സദസ്സുകളിലും പങ്കെടുത്തിട്ട് അവിടുന്ന് എന്താണോ പറയുന്നു, എന്താണ് പഠിപ്പിക്കുന്നു, അത് കേട്ട് ക്ഷമയോടെ കഴിച്ചുകൂട്ടി. ഇതായിരുന്നു സഹാബികളുടെ രീതി. പറഞ്ഞതിന് എതിര് ചെയ്യുന്ന സ്വഭാവക്കാരല്ലായിരുന്നവർ. അപ്പം ഈ സഹാബി പറയാണ്, ഞാനും മുഹാജിറായിട്ട് മദീനയിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു അദബ് ഞാനും പാലിക്കേണ്ടി വരും. നേരെ മറിച്ച് അപ്പോഴും ഇപ്പോഴും ഇടക്കും തലക്കും മദീനയിലേക്ക് വന്നു പോകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ചോദിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് കുറച്ച് സമയം കിട്ടുള്ളൂ, കുറഞ്ഞ അവസരം ഉണ്ടാകുള്ളൂ. അപ്പം അവർക്ക് പ്രവാചകനോട് സംശയങ്ങളും കാര്യങ്ങളും ചോദിക്കാൻ പ്രത്യേകമായ ഒരു അനുവാദം ഉണ്ടാകും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മുഹാജിറല്ലാതെ ഒരു സന്ദർശകൻ എന്നുള്ള ആ നിയ്യത്തിൽ നിന്നത്. കണ്ടോ സഹാബിയുടെ മനസ്സിൻ്റെ ശുദ്ധിയും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയും ഈ സംഭവത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാകാം. ആ സഹാബിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. അതേപോലെ തെറ്റ് നിന്റെ മനസ്സിന് വിമർശനമായി എതിർപ്പായി തോന്നുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു നന്മയുള്ള
അങ്ങനത്തെ ഒരു പവിത്രതയുള്ള മനസ്സിന്റെ ഉടമയാണെങ്കിൽ അവർക്ക് ഈ ഹദീസ് ഇതേപോലെ നന്മയും തിന്മയും അളന്നു നോക്കാനുള്ളൊരു അളവ് കോലായിട്ട് സ്വീകരിക്കാവുന്നതുമാണ്. അതാണ് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ. അങ്ങനെ അദ്ദേഹം പറയാണ്, ഈ പറയുന്ന വന്നു പോകുന്ന ഒരാളെപ്പോലെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു ഒരിക്കൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയോട് അവിടെ താമസിക്കുന്ന ആളുകൾ കാര്യങ്ങൾ ചോദിക്കലില്ലായിരുന്നു. അങ്ങനെ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാണ്, ഫകാന യുഅജിബുനാ അൻ യജീഅ അർ-റജുലു മിൻ അഹ്ലിൽ ബാദിയ അൽ ആഖിൽ. അങ്ങനെ ഗ്രാമങ്ങളിൽ നിന്ന് പുറത്തു നിന്നൊക്കെ നല്ല ബുദ്ധിയും തൻ്റെയുള്ള ഒരാൾ പ്രവാചകന്റെ സദസ്സിൽ വരും ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പ്രവാചകനോട് പല കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും, ഞങ്ങളത് കേൾക്കും ചെയ്യും. അപ്പം ഞങ്ങൾക്ക് സന്തോഷേന അങ്ങനെ പുറത്തുനിന്ന് പുതിയ പുതിയ ആളുകൾ വരുന്നത്. ഞങ്ങൾ അവിടെയുള്ള ആളുകളോട് ചോദിക്കരുതേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ അദബ് പാലിച്ചുകൊണ്ട് ഞങ്ങൾ മൗനം പാലിച്ച് പ്രവാചകൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും പോകലായിരുന്നു ഞങ്ങളുടെ രീതിയിൽ. ഇതായിരുന്നു നവാസ് ബിൻ സംആൻ റളിയല്ലാഹു അൻഹുവിന്റെ രീതി. അങ്ങനെ ഏതാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടുന്ന ഈ അവസരം അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുകയാണ്. അപ്പൊ ചോദിച്ചത് ബിർറ് എന്താണ്, ഇസ്മ എന്താണ്, നന്മ എന്താണ്, തിന്മ എന്താണ് എന്നുള്ളത്. അപ്പോ അതിന് അള്ളാഹുവിന്റെ റസൂല് മറുപടിയായി കൊണ്ട് കൊടുത്ത കാര്യങ്ങൾ ഇതാണ്: ഹുസ്നുൽ ഖുലുഖ്, ആളുകളോട് നല്ല സ്വഭാവത്തിൽ വർത്തിക്കുക എന്നുള്ളത്. ഹുസ്നുൽ ഖുലുഖ് എന്താണ് എന്ന് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് പല ഉലമാക്കളും പറഞ്ഞത് ബദലുൽ നദ വകഫുൽ അദ വതലാഖത്തുൽ വജ്ഹിയൻ. നമ്മളാൽ ശാരീരികവും സാമ്പത്തികമായിട്ട് കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ. ഇൽമ് അറിയിച്ചു കൊടുക്കൽ അതിൽ പെടും, പഠിപ്പിച്ചു കൊടുക്കൽ അതിൽ പെടും, പഠിക്കുന്ന ആളുകൾക്ക് ചെയ്യുന്ന സഹായങ്ങൾ അതിൽ പെടും, ഇതൊക്കെ അതിൽ പെടും. മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും അത്യാവശ്യമായി കടക്കുന്ന സഹായം ഇന്ന് ശർഈയായ ഇൽമാണ് താൻ. ആ ഒരു ചാരിറ്റി ഭക്ഷണത്തിനിലേറെ സമ്പത്തിനിലേറെ മുസ്ലിം ഉമ്മത്തിന് ഇന്ന് ഏറ്റവും അത്യാവശ്യമായ ചാരിറ്റി സഹായം ശർഈയായ ഇൽമ് അവർക്ക് എത്തിച്ചു കൊടുക്കാന്ന്, അത് പറഞ്ഞു കൊടുക്കാനും അതവരെ കേൾപ്പിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കാന്ന്. അതും മറ്റുള്ള നല്ല കാര്യങ്ങൾ ഏതാണെങ്കിലും കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നൽകാനുള്ളൊരു മാനസികാവസ്ഥ. ബദലുന്നദ, നല്ല കാര്യങ്ങൾ ദാനമായിട്ട് ചെയ്യും. കഫുൽ അദാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൊണ്ടും നാക്കുകൊണ്ടും ഒരു ഉപദ്രവം ഇല്ലാതെ സൂക്ഷിക്കുക എന്നുള്ളത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. മറ്റ് മുസ്ലിമീങ്ങൾക്ക് ഇവന്റെ നാവ് കൊണ്ടോ ഇവന്റെ അവയവങ്ങൾ കൊണ്ടോ ഒരു ഉപദ്രവം ഇല്ല എന്നുറപ്പുവരുത്തും. ഒരു ഉപദ്രവം മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാവരുതേ. കഴിവിൻ്റെ പരമാവധി ഇതിന് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അശ്രദ്ധമായി ചിലത് സംഭവിക്കും. മനുഷ്യരാണ് നമ്മൾ. എന്നാൽ പോലും അതിനൊരു കരുതൽ നമുക്കുണ്ടാവും. നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാവാതിരിക്കാനുള്ള വളരെ അധിക സൂക്ഷ്മതയും ശ്രദ്ധയും ഒരാൾക്കുണ്ടാകുക. കഫുൽ അദ. ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ ഒരു മുഖപ്രസന്നത, മറ്റുള്ള ആളുകളുടെ മുന്നിൽ മുഖം വീർപ്പിച്ചുകൊണ്ട് നിൽക്കരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, മറ്റുള്ളവരുടെ മുന്നിൽ മുഖം വീർപ്പിച്ച് അഹങ്കാരത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ ആ മുഖം മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാതെ. ത്വലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത. വഅൻ തളഹക ഫീ വജ്ഹി അഖീക ലക സദഖത്തുൻ, സഹോദരന്റെ മുഖത്ത് നോക്കി എന്ന് ചിരിക്കുന്നത് പോലും അതൊരു ദാനമാണ്, ഒരു ധർമ്മമാണ്, അതൊരു സദഖയാണ്. ത്വലാഖത്തുൽ വജ്ഹ് ഇത് പറയലുണ്ട്. സൽസ്വഭാവത്തിൻ്റെ അതിൻ്റെ സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ നിലക്ക് പണ്ഡിതന്മാർ പറയലുണ്ട്. ബദലുന്നദ, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്നത് ചെയ്യുക. അതേപോലെ തന്നെ കഫുൽ അദ, മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ വരുത്തിവെക്കാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. ത്വലാഖത്തുൽ വജ്ഹ്, അവരെ കാണുന്ന സമയത്ത്, മുഅ്മിനീങ്ങളെ കാണുന്ന സമയത്ത് മുഖപ്രസന്നത, മുഖം വീർപ്പിക്കാതെ, അഹങ്കാരത്തിൻ്റെ നോട്ടം നോക്കാതെ, വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ആ ഒരു രീതിയിൽ അവരെ അഭിമുഖീകരിക്കാതെ ഈ കാര്യങ്ങൾ പറയലുണ്ട്. സൽസ്വഭാവം ഒരാൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൃത്യമായി പഠിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് അതിലുണ്ട്. ദീനിലും ദുന്യാവിലും
അള്ളാഹുവിനോടുള്ള സ്വഭാവം, അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള സ്വഭാവം, മറ്റുള്ള ജീവജാലങ്ങളോടുള്ള സ്വഭാവം, മുസ്ലിമീങ്ങളോടുള്ളതും മറ്റു മതക്കാരോടുള്ളൊക്കെ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ സ്വഭാവത്തിൽ കൂടെ അത് പ്രകടിപ്പിച്ച് കാണിച്ചു തന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ ഭംഗിയായ സ്വഭാവം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചുകൊണ്ട് വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിശ്ചയം പ്രവാചകരെ നിങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. തൻ്റെ അനുചരന്മാരിൽപ്പെട്ട ചില ആളുകൾ അവർക്ക് എന്തെങ്കിലും അറിയാതെ അറിഞ്ഞോ അശ്രദ്ധമായോ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ പ്രവാചകന്റെ മുഖത്ത് ആ ഒരു വെറുപ്പ്, അതിനെക്കുറിച്ചുള്ളൊരു വിമർശനം ഞങ്ങൾക്ക് അനുഭവപ്പെടലുണ്ടായിരുന്നു എന്ന്. അത് കാണുന്നവരോട് മുഴുവനും പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹിച്ചതോടുകൂടെ തെറ്റാണെങ്കിലും എതിർക്കേണ്ട കാര്യങ്ങളാണെങ്കിലും വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ സ്നേഹം തുളുമ്പ എന്ന് പറയുന്നത് ഒരിക്കലും സൽസ്വഭാവമല്ല. നന്മയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിന് സഹായമായി കൊണ്ടുള്ള ആ നല്ല സ്വഭാവം സ്വാഭാവികമായിട്ടും ദീന് വിരുദ്ധമായ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിന് ആ സമയത്ത് അതിൻ്റേതായ ഒരു പ്രകടനങ്ങളും അതിനോടുള്ളൊരു വിമർശനവും അതിനോടുള്ളൊരു വെറുപ്പും അതിനോടുള്ളൊരു എതിർപ്പും അത് മുഖത്തിൽ കൂടെ തന്നെ പ്രകടമാകുക എന്ന് പറയുന്നതൊക്കെ ഹുസ്നുൽ ഖുലുഖിൽ പെട്ടത് തന്നെയാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങളോട് നല്ല ഒരു സ്വഭാവം, ദീനിന് വിരുദ്ധമായ ശത്രുക്കളാണെന്നുണ്ടെങ്കിൽ അവരോട് ചില പരുഷതകൾ, ഇതൊക്കെ ഹുസ്നുൽ ഖുലുഖിൽ പെട്ടതാണ്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും, ആരോടും എല്ലാ സമയത്തും എന്തു തന്നെയാണെങ്കിലും അവിടൊക്കെ സ്നേഹത്തോടു കൂടെ അതിന് സഹായം ചെയ്ത് അവരോട് ചിരിച്ച് അവരെ സുഖിപ്പിച്ച് പോകുന്നതാണ് സൽസ്വഭാവം. അതൊരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ഒരാൾ കൃത്യമായി ശരിക്ക് പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവന് ഒരു സൽസ്വഭാവത്തിൻ്റെ ഉടമയായി ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന്. പിന്നെ ഈ നന്മ പറഞ്ഞതിൻ്റെ ശേഷം തിന്മ എന്താണ്, നന്മയുടെ നേരെ എതിരായ തിന്മ എന്താണ് എന്നാണ് രണ്ടാമത് പറയുന്നത്. ഹുവ മാ തറദ്ദദ വ തഹറക വ അസ്സറ ഫിൻ നഫ്സ്. യഥാർത്ഥ ഒരു മുഅ്മിനാണെങ്കിൽ, ഒരു മുസ്ലിമാണെങ്കിൽ അവൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ഒരു സംശയവും അതിനെക്കുറിച്ചുള്ളൊരു ഇടയാട്ടവും അതിനെക്കുറിച്ചുള്ള അവൻ്റെ മനസ്സിലൊരു ചാഞ്ചാട്ടവും, അത് ശരിയാണോ, ചെയ്യാൻ പറ്റിയതാണോ, നല്ലതാണോ, ചീത്തയാണോ, ഈ പറയുന്നൊരു സംശയവും അതിനെക്കുറിച്ചുള്ള ഒരു തോന്നലുകളും അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഒഴിവാക്കണം, തെറ്റാണ് എന്ന്. ബിഅല്ലം തൻശരിഹ ലഹു, മാനസികമായിട്ട് അത് ചെയ്യുമ്പോൾ അവനൊരു ആശ്വാസം, ഒരു ഉന്മേഷം നന്മ ചെയ്യുന്ന സമയത്തുണ്ടാകുന്നത് പോലെ ഉണ്ടാകൂല ഒരു മുഅ്മിനാണെങ്കിൽ. വഹല്ല ഫിൽ ഖൽബി മിൻഹു അശ്ശക്, അതിനെക്കുറിച്ച് സംശയം ഉണ്ടാകും. വൽ ഖൗഫ് മിൻ കൗനിഹി ദംബൻ, അത് തെറ്റാണോ പാപമാണോ എന്നുള്ളൊരു ഭയമുണ്ടാകും. വഅഖലഖഹു വലം യത്മഇന്ന ഇലൈഹി, നന്മ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലുണ്ടാകുന്നത് പോലത്തെ ഒരു സ്വസ്ഥത, ഒരു സമാധാനം ഈ കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകൂല. അങ്ങനെ ഉള്ള വിഷയം അവസ്ഥ അവൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിനക്ക് തെറ്റായിട്ട് പരിഗണിക്കാം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വകരിഹ അൻ യത്വലിഅ അലൈഹിന്നാസ്, മറ്റുള്ള ആളുകൾ കാണാൻ ഇഷ്ടപ്പെടാത്തൊരു പണിയാണ്. നന്മയാണ് എന്ന് പൂർണ്ണമായി ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരറിയുന്നത് ഇഷ്ടമുണ്ടാകും, നമുക്ക് ഇഷ്ടമുണ്ടാകും. മറ്റുള്ളവർ കണ്ടു എന്ന് കരുതിയിട്ട് വെറുപ്പുണ്ടാകൂല. നേരെ മറിച്ച് തിന്മയാണെങ്കിൽ മറ്റുള്ളവർ കാണാൻ ഇഷ്ടപ്പെടൂല, അത് വെറുപ്പായിരിക്കും. അങ്ങനത്തെ കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കുക, തിന്മയാണ് എന്ന്. ആളുകളുടെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകും അവരത് കാണുകയാണെങ്കിൽ, അവരതറിയുകയാണെങ്കിൽ. അപ്പം ഇങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തിന്മ എന്ന് നിനക്ക് മനസ്സിലാക്കാം എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ഒരു ഉപദേശം, ഒരു നസീഹത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബികൾക്ക് കൊടുത്തത്. ഇത് വിശദീകരിക്കുമ്പോൾ നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ ലിമൻ കാന ഖൽബുഹു സ്വാഫിയൻ സലീമാ, തെളിഞ്ഞ ഹൃദയത്തിൻ്റെ ശുദ്ധ പ്രകൃതിയുടെ ശരിയായ ഈമാനും തഖ്വയും ഉള്ള അധിഷ്ഠിതമായൊരു മനസ്സിൻ്റെ ഉടമയുടെ അവൻക്ക് ഇങ്ങനെ ഒരു അളവ് കോല് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഫഹാദാ ഹുവല്ലദീ യുഹർരികു ഫീ നഫ്സിഹി മാ കാന ഇത്മൻ, തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിലെ അതിനെക്കുറിച്ച് ഒരു സംശയവും ഒരു ഭയവും ഒരു ഉത്കണ്ഠയും ഉണ്ടാകുള്ളൂ. മറ്റുള്ളവർ കാണുന്നത് വെറുപ്പൊക്കെ. നേരെ മറിച്ച് ഹൃദയം അശുദ്ധമായ ചീത്തപ്പെട്ട് നടക്കുന്ന പല ആളുകളുണ്ടാകും. അവരുടെ ശുദ്ധ പ്രകൃതിയൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നതുമായിരിക്കും. അവർക്ക് തെറ്റായ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിലും
അവരെ കാണിക്കുന്നതിലൊക്കെ അവർക്ക് അതിലൊരു അഭിമാനബോധം ഉണ്ടാവുക. അങ്ങനെയാണ് ഉണ്ടാകുക. ലൈംഗികതയാണെങ്കിലും അശ്ലീലമായ കാര്യങ്ങളാണെങ്കിലും മറ്റു നിഷിദ്ധമായ പല പ്രവൃത്തികളാണെങ്കിലും സ്വന്തം ശുദ്ധമായ പ്രകൃതി കുഴഞ്ഞു മറിഞ്ഞ് ദുഷിച്ച പ്രകൃതിയുള്ള, അതേപോലെ തന്നെ അശുദ്ധമായ നശിച്ച ഹൃദയത്തിൻ്റെ ഉടമകളായ പല ആളുകളും തെറ്റ് ചെയ്യുകയും അത് ഈ പറയുന്ന വീഡിയോകളോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ട് അത് ഒപ്പിയെടുത്ത് പരസ്യപ്പെടുത്തി ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാകും. തെറ്റുകൾ ചെയ്യുന്നതിലേറെ ഗൗരവമാണത് പരസ്യപ്പെടുത്തുക എന്ന് പറയുന്നത്. രഹസ്യമായിട്ട് ചെയ്ത പാപങ്ങൾ തെറ്റായിരിക്കും ഒരു പക്ഷെ, പിന്നീട് കൂട്ടുകാരെയും മറ്റും കാണുന്ന സമയത്ത് അവരുടെ മുന്നിൽ അഭിമാനത്തോടു കൂടെ അത് വിളിച്ചു പറയുന്നവരുണ്ടാകും. അവർക്ക് ഇന്നത് തെറ്റാ നിന്റെ മനസ്സ് തരുന്ന ഫത്വയാണ് എന്നൊരിക്കലും മനസ്സിലാക്കാനോ അതിനെ വിലയിരുത്താനോ അളന്നു നോക്കാനോ ഒരിക്കലും പറ്റൂല. അതുപോലത്തെ മനസ്സുകളെ ഇതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിനോട് നീ ഫത്വ ചോദിച്ചോ എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കാനും പറ്റൂല. ഏതാണെങ്കിലും ഈ പറയുന്ന ഹദീസ് വളരെ ചുരുങ്ങിയ വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്കുകളിൽ കൂടെ ഏകദേശം നന്മ ഇന്നതാണ് തിന്മ ഇന്നതാണ് എന്ന് ഈമാനും തഖ്വയും ഹൃദയശുദ്ധിയുമുള്ള ഒരാൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന നിലക്ക് ഈ പറയുന്ന രണ്ട് സ്വഹാബികൾക്ക് അത് വിശദീകരിച്ചു കൊടുത്തു എന്നുള്ളത്. അപ്പം നമ്മൾ ഒരു കാര്യം നല്ലതാണോ തിന്മയാണോ എന്നുള്ളതിന് ദീനിൻ്റെ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് അവലംബിക്കേണ്ടത്, ഒരു സംശയമില്ല. പക്ഷെ ഒരാളെ മുന്നിൽ ആ തെളിവുകൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈമാനും തഖ്വയും ശുദ്ധ പ്രകൃതിയും ശരിയായ മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ അവന് ഏകദേശം ഈ കാര്യം ഇന്നത് നല്ലതാണ് എന്ന് മനസ്സിലാക്കാനും ഏകദേശം ഈ കാര്യം അത് സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു അളവുകോലാണ് ഈ സഹാബികൾക്ക് പ്രവാചകൻ വെച്ചു കൊടുത്തത്. നമുക്കറിയാം, ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് പോലും അള്ളാഹുവിൻ്റെ റസൂലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവരെ പോലെ ഒരുപാട് ആളുകൾ വിഗ്രഹ ആരാധന നടത്താത്തവരുണ്ടായിരുന്നു. എല്ലാ കുടുംബങ്ങളിലും വീടുകളിലും നാട്ടിലും യാത്രയിലും ആളുകൾ വിഗ്രഹങ്ങളെ ബിംബങ്ങളെ കൊണ്ട് നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വറഖത്ത് ബിൻ നൗഫലോ ഇങ്ങനത്തെ അറിയപ്പെട്ട ഒരുപാട് ആളുകൾ ആ സമൂഹത്തിൽ വിഗ്രഹ ആരാധന ബിംബങ്ങൾക്ക് ആരാധിക്കാത്തവരുണ്ടായിരുന്നു. അവരുടെ ശുദ്ധമായ പ്രകൃതി അത് തെറ്റാണ് എന്ന് അവർക്ക് വിവരം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യം സേവിക്കാത്തവരായിരുന്നു, വ്യഭിചരിക്കാത്തവരായിരുന്നു, അക്രമത്തിന് കൂട്ടുനിൽക്കാത്തവരായിരുന്നു. അപ്പം ഇതുപോലെ ശരിയായ ശുദ്ധ പ്രകൃതിയും അതേപോലെ തന്നെ കുറ്റമറ്റ ഹൃദയത്തിൻ്റെ ഉടമയുമാണെങ്കിൽ തൗഹീദും സുന്നത്തും ദീനും ഇൽമുമൊക്കെ ഉണ്ട്. പക്ഷെ ചില വിഷയങ്ങളിൽ വ്യക്തമായ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിനോട് നീ കാര്യങ്ങൾ ചോദിച്ചാൽ നിനക്ക് ഏകദേശം ഒരു ധാരണ വിഷയത്തിൽ ലഭിക്കും എന്നുള്ളൊരു സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയുന്ന വചനങ്ങളിൽ കൂടെ ഈ രണ്ട് സഹാബികൾക്കും നൽകിയത്. അപ്പം ആ നിലക്കുള്ളൊരവസ്ഥയിലുള്ള ആളാണെങ്കിൽ ഈ ഹദീസിനെ അവർക്കും ഒരു അളവുകോലായി കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ സ്വീകരിക്കാവുന്നതാണ് എന്ന അർത്ഥത്തിൽ. അതല്ലാതെ എല്ലാ ആളുകളും അവന് തോന്നുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നോ ചെയ്യാൻ പറ്റുമെന്നോ അതിനൊരു തെളിവായിട്ട് സ്വീകരിക്കുക എന്നുള്ളതിനൊന്നും വികലമായിട്ട് നമ്മൾ കാര്യങ്ങൾ ഇതിൽ നിന്ന് തെറ്റായി മനസ്സിലാക്കുകയും ചെയ്യരുതേ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഹാദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി.